നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും NDA സർക്കാർ ഞായറാഴ്ച ചുമതലയേൽക്കുകയാണ്. നാളെ NDA പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് മോദിയെ നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് രാഷ്ട്രപതിയെ കണ്ട് NDA നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ആരൊക്കെ മന്ത്രിസഭയിലേക്ക്, ഏതൊക്കെ വകുപ്പുകൾ എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ ചർച്ച. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടും എന്നതാണ് ഇനി കാണേണ്ടതും അറിയേണ്ടതും. TDPയും JDUവും സുപ്രധാന വകുപ്പുകൾക്കും സ്പീക്കർ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾക്കും സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ബീഹാറിന്റെയും ആന്ധ്രയുടെയും പ്രത്യേക പദവി ആവശ്യവും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാവുകയാണ്. പുതിയ സർക്കാർ രൂപീകരണ നീക്കങ്ങളുടെ വിശദാംശങ്ങളുമായി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. റോഡ് ടു ഡൽഹി. ഇന്നത്തെ വാർത്തകളുടെ ഡൽഹി ചർച്ചകളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുകയാണ് തലസ്ഥാനത്തേക്ക്. സമീപകാലത്തെങ്ങുമില്ലാത്ത നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് ഡൽഹി സാക്ഷിയാകുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ രൂപീകരണത്തിന് മുൻപ് ഘടകകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. നേരത്തെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യവാചകം ചൊല്ലും. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഘടകകക്ഷി നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ഇതിനിടെ ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം അതിജീവിക്കാനുള്ള നീക്കം BJP ശക്തമാക്കി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDUവിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലെത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 അംഗങ്ങളുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വേണ്ടതും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും. NDAയിലെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം സമാനമാണ്. കഴിഞ്ഞ 10 വർഷം നേരിട്ട പോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJPയുടെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞുരുകുമെന്നാണ് BJP പ്രതീക്ഷ. റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട, നഗരവികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം, ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ പട്ടിക. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി ഇങ്ങനെയാണ് JDUവിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് ജിതിൻ റാം മാഞ്ചിയും JDSും ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDA മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി 16 അംഗങ്ങളുടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, JDS 2 എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷി നില. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. എന്താണ് ഇന്ന് നടന്ന ഡൽഹിയിലെ NDA ഘടകകക്ഷികളുടെ ചർച്ചയുടെ ആകത്തുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. R. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർക്കെ, എന്താണ് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും NDA ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു സമവായത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? ഈ ഘടകകക്ഷികളെ, പ്രത്യേകിച്ച് TDP അതുപോലെ JDU ഇവരെയൊക്കെ അനുനയിപ്പിക്കാൻ ഉള്ള BJPയുടെ ശ്രമങ്ങൾ എത്രത്തോളം ഫലം കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ചില ഇംഗ്ലീഷ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കും BJP, അത് ലംഘിക്കാൻ ഘടകകക്ഷികളെ അനുവദിക്കില്ല, ഒരു പരിധി വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറായേക്കില്ല എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ വസ്തുത എന്താണ്? വിജയൻ,
രാവിലെ ഈ ഘടകകക്ഷികളുമായിട്ട് വളരെ സജീവമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടന്നിരുന്നു BJP. പക്ഷേ കർശനമായിട്ടുള്ള നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിച്ചുകൊണ്ട് ഈ ഘടകകക്ഷികൾ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിനെ തുടർന്ന് BJPയുടെ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നു. എങ്ങനെ വേണം ഇനി മന്ത്രിസഭാ രൂപീകരണം യാഥാർത്ഥ്യമാക്കേണ്ടത് എന്നതടക്കമായിരുന്നു ചർച്ചാ വിഷയമായത്. ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വന്നത് പുറത്തു നിൽക്കുന്ന മറ്റ് ചെറിയ പാർട്ടികളെയും ഒപ്പം സ്വതന്ത്രരെയും ഒപ്പം കൂട്ടണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചുമതല BJP അവരുടെ ഒരു സംഘടനാ ചുമതലയുള്ള ഒരാൾക്ക് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതിൽ ലഭിച്ച ചില സൂചനകൾ BJPയെ സംബന്ധിച്ച് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഈ ഘടകകക്ഷികളോട് അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളോ സ്പീക്കർ സ്ഥാനമോ വിട്ടു നൽകാനായിട്ട് തയ്യാറല്ല. പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിരോധം, ആഭ്യന്തരം, ഒപ്പം ധനകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. ഈ വകുപ്പുകളൊന്നും വിട്ടു നൽകാനായിട്ട് തയ്യാറല്ല. മറിച്ച് ഈ ഘടകകക്ഷികൾക്ക് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കും. 4 അംഗങ്ങൾ 4 MP-മാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന രീതിയിലായിരിക്കും മന്ത്രിസ്ഥാനം വീതം വയ്ക്കുക. അത് വളരെ കൃത്യമായിട്ട് വകുപ്പുകളുടെ പ്രാധാന്യം ഒക്കെ അതിന് അനുസരിച്ച് ആകും ചെയ്യുക എന്നത് ഉൾപ്പെടെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതനുസരിച്ച് TDPക്ക് വ്യോമയാനം അടക്കമുള്ള വകുപ്പുകളായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത്. റെയിൽവേ വകുപ്പ് ഒരുപക്ഷെ നിതീഷ് കുമാറിന് ലഭിച്ചേക്കും. മറ്റ് കക്ഷികൾക്കും അനുബന്ധമായിട്ടുള്ള ഉറപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും BJP ഇപ്പോൾ നൽകുന്ന ഒരു സന്ദേശം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ജനങ്ങളുടെ വിശ്വാസം കെടുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രതീതി ഘടകകക്ഷികൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. മുൻ പതിവുകളും മുൻകാലങ്ങളിലെ ചരിത്രങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള ഒരു നിലപാട് BJP സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം നിലപാടറിയിക്കാം എന്നുള്ളതാണ് തെലുങ്ക് ദേശം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നറിയുന്നു. തെലുങ്ക് ദേശത്തോട് സംസാരിച്ചത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയലിനെ ഇക്കാര്യങ്ങളിൽ തെലുങ്ക് ദേശത്തോട് BJPയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാനായി വിടുകയായിരുന്നു. സമാനമായിട്ട് JDUവിന്റെ കാര്യത്തിലും ആ വിധത്തിലാണ് ചർച്ചകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുനയ നീക്കങ്ങളിൽ 2 വിഭാഗവും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു സമവായത്തിലേക്ക് ഇപ്പോൾ അങ്ങനെ പറയുമ്പോഴും ഈ തുടർച്ചയായ 2 മോദി സർക്കാരുകൾ തുടർന്നു വന്ന നയങ്ങളുണ്ടല്ലോ, അത് BJP സ്വന്തം എന്നുള്ള നിലയ്ക്ക് ഉയർത്തിക്കാണിച്ച നയങ്ങൾ, അത്തരമൊരു നയസമീപനം ഇനി പിന്തുടരാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ. അത് ഈ BJP ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ ഘടകകക്ഷികൾക്ക് കൂടി പ്രാമുഖ്യം നൽകേണ്ടി വരുമ്പോൾ ആർക്കെ? നോക്കൂ, ഉന്മേഷ് പറഞ്ഞ ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് JDU ഇതിനനുബന്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. തിരിച്ചടികൾ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായി, അഥവാ കുറേയധികം സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായി ഈ അഗ്നിപഥ് സ്കീമിന് തുടർന്ന് വന്ന ആ ഒരു, അല്ലെങ്കിൽ അഗ്നിപഥ് സ്കീം യാഥാർത്ഥ്യമാക്കിയത് തിരിച്ചടിക്ക് കാരണമായി എന്നൊരു നിരീക്ഷണമാണ് JDU നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ പദ്ധതി പുനരവലോകനം ചെയ്യേണ്ടി വരും എന്ന് JDU വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർപ്പില്ല. ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളിൽ ഭേദഗതിയില്ല എന്ന സൂചനയും JDU നൽകുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ അവരവരുടെ നിലപാടുകൾ ഉന്നയിക്കാനായിട്ട് ഈ ഘടകകക്ഷികൾ ശ്രമിക്കുന്നുണ്ട്. ഈ ഘടകകക്ഷികളെ മെരുക്കുക എന്നുള്ളത് മുൻപത്തെ പോലെ, അഥവാ കഴിഞ്ഞ 10 വർഷവും BJP കാട്ടിയതുപോലെ വളരെ എളുപ്പമുള്ള ഒരു ആയിരിക്കില്ല ഇനി ഉള്ള നാളുകളിൽ BJPയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രാഗൽഭ്യമുള്ള, അഥവാ തങ്ങൾ വിലപേശി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ള ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ BJPയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു സമവായം ഉണ്ടാകുമെന്നും മഞ്ഞുരുകുമെന്നുമാണ് BJP നേതൃത്വം ഇപ്പോൾ പറയുന്നത്. നാളെയാണ് ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരേണ്ടത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായിട്ട് തെരഞ്ഞെടുക്കും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയെ കാണുക. തുടർന്ന് 10-ാം തീയതി 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 9-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. യെസ്, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഇന്നത്തെ സർക്കാർ രൂപീകരണ ചർച്ചകളുടെ ഇതുവരെയുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അഗ്നിവീർ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വരും. എന്നാൽ
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടക്കം പദ്ധതികൾ എന്ന് വെച്ചാൽ അത്തരം സർക്കാരിൻ്റെ നിലപാടുകൾ വിലയിരുത്തൽ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെയാണ് JDU അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ വിലപേശൽ ബാർഗൈനിങ് അതിശക്തമായി നടക്കുന്നു. അതിനെ അതിജീവിക്കുന്നത് എങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന BJP നേതൃത്വം എന്നതാണ് ഇനിയും അറിയേണ്ടത്. അതാണ് ഡൽഹി കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗതുകവും. ഇപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. ഇപ്പം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. അങ്ങ് ചുമരോടാണുള്ളത്. ഒരു മണ്ഡലം തീരുമാനമായിട്ടില്ല. തീരുമാനമൊക്കെ തീരുമാനം തന്നെ. ആരെ ബലിയാടാക്കാൻ പോ. കോൺഗ്രസിലെ തൃശൂർ ചർച്ചകളെ പറ്റിയാണ് KPCC അധ്യക്ഷൻ പ്രതികരിച്ചത്. കുറച്ചു അല്പസമയത്തിനകം നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വീണ്ടും നമ്മൾ ഡൽഹിയിലെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. റോഡ് ടു ഡൽഹി തുടരുന്നു. സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കവേ BJPക്ക് മുന്നിൽ കൂടുതൽ ആവശ്യങ്ങളാണ് ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ JDU ആണ് പ്രധാനമായും ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തിയായി NDAയിൽ മാറാൻ പോകുന്നത് എന്നാണ് ഇതുവരെ വന്ന സൂചനകളൊക്കെ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് JDU ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. 12 MPമാരുള്ള JDU കേന്ദ്രമന്ത്രിസഭയിൽ 3 MPക്ക് ഒരു മന്ത്രിസ്ഥാനം വീതം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ JDUവിൽ നിന്ന് തന്നെ 4 മന്ത്രിമാരായിരിക്കും ക്യാബിനറ്റിൽ ഉണ്ടാകേണ്ടത്. അതിൽ തന്നെ എത്ര സഹമന്ത്രിമാർ, എത്ര ക്യാബിനറ്റ് വകുപ്പുകൾ, ഏത് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്നതൊക്കെ വളരെ നിർണായകവുമാണ് അല്ലേ? തീർച്ചയായും JDUവിന് ഇനിയുമുണ്ട് ആവശ്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിന് പ്രത്യേക പദവി നൽകണം എന്നുള്ളതാണ്. ആവശ്യം JDU മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേക പദവി ലഭിക്കുന്നതിലൂടെ ബീഹാറിനെ കൂടുതൽ വികസിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലാണ് JDUവിനുള്ളത്. അതും ആവശ്യമായി JDU BJP നേതൃത്വത്തിന് മുൻപിൽ വെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം JDU അവരുടെ നേരത്തെ തന്നെ അവരത് സംസ്ഥാന ഭരണത്തിലുള്ളപ്പോൾ തന്നെ ആവശ്യപ്പെട്ടതാണ്. അഗ്നിവീർ പദ്ധതി അത് പരിഷ്കരിക്കണം. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് JDUവിൻ്റെ ആവശ്യം. അത് ഈ മൂന്നാം NDA സർക്കാരിൻ്റെ കാലത്ത് അത് മുന്നോട്ട് വയ്ക്കും. അതിൽ ഒന്നുകിൽ അത് പരിഷ്കരിക്കുക അല്ലെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക. അതൊരു ഉപാധിയായി തന്നെ മുന്നോട്ട് വയ്ക്കും. 4 വർഷത്തേക്ക് യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഈ പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് NDAയുടെ വോട്ട് കുറച്ചു എന്ന അഭിപ്രായമുണ്ട്. BJPയിലും ഒരു ഭാഗം ഈ ആവശ്യം അല്ലെങ്കിൽ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അഗ്നിവീർ പദ്ധതി ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ അതിൽ വലിയ പരിഷ്കാരം വരുത്തുകയോ ചെയ്യാൻ തന്നെയാണ് സാധ്യത. മറ്റൊന്ന്, ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന ചർച്ചകൾ നമ്മൾക്കറിയാം. പൊതുമിനിമം പരിപാടിയിൽ ഈ ജാതി സെൻസസ് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് JDU. അതിൽ BJP നേതൃത്വം നേരത്തെ അവരുടെ എതിർപ്പ് നിലപാട് വ്യക്തമാക്കിയതാണ്. JDU ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചയായ ജാതി സെൻസസ് ഇതോടെ വീണ്ടും ഒരു ചർച്ചയാകും ദേശീയ രാഷ്ട്രീയത്തിൽ എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് BJP നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും JDU ഈ ജാതി സെൻസസ് എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ JDU കേന്ദ്രീകരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. അതിൽ ഒന്ന് റെയിൽവേ, കൃഷി വകുപ്പുകൾ എന്ന സുപ്രധാന ആവശ്യങ്ങളാണ്. അതിൽ റെയിൽവേയും കൃഷിയും മറ്റു പല ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം ചിരാഗ് പാസ്വാൻ റെയിൽവേ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. JDS കൃഷി വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ ആവശ്യങ്ങളോട് BJP നേതൃത്വം പ്രതികരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. JDUവിന്റെ ആവശ്യങ്ങളെ കുറിച്ച് അല്ലേ? അതെ നിതിൻ, ഇപ്പോൾ JDU മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. ബീഹാറിനുള്ള പ്രത്യേക പദവി എന്നതടക്കം, ഒപ്പം അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ കൂടിയുണ്ട്. ഇതിലൊക്കെ എന്ത് തീരുമാനം പ്രതീക്ഷിക്കണം നിതിൻ? ഉന്മേഷ്, ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിക്കാതെ BJPക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം 2014-ലും 2019-ലും അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഉപാധികൾ JDU മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിൽ 3 MPക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന നിലയിലാണ്. അതായത് 4 മന്ത്രിസ്ഥാനം വേണം. അതിൽ 2 ക്യാബിനറ്റ് പദവി, ഒരു സ്വതന്ത്ര പദവി, അതോടൊപ്പം തന്നെ അത്തരം ചില പദവികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സഹമന്ത്രിസ്ഥാനം വേണം. അങ്ങനെ 4 കേന്ദ്രമന്ത്രിസ്ഥാനം വേണം
വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ ബീഹാറിന് പ്രത്യേക പദവി, അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബീഹാറിനെ പ്രത്യേകമായി ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകിക്കൊണ്ട് ബീഹാറിനെ ഒരു വികസിത സംസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുവരണം. ഇത് കാലങ്ങളായി നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. ഇതൊരു ഉപാധിയെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ തന്നെയാണ് JDU കണ്ണുവയ്ക്കുന്നത്. അതിൽ റെയിൽവേ ഉണ്ട്, അതോടൊപ്പം തന്നെ കൃഷി, കൂടാതെ ഗ്രാമവികസനം അടക്കമുള്ള വകുപ്പുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വകുപ്പുകൾ സംബന്ധിച്ച് ഒരുപക്ഷെ തർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ വിജുമാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ വകുപ്പുകൾ റെയിൽവേയുടെ ആവശ്യമായി ഉന്നയിച്ച് ചിരാഗ് പാസ്വാനും രംഗത്തുണ്ട്. അങ്ങനെ ഏതൊക്കെ വകുപ്പുകൾ നൽകി ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്താൻ കഴിയും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, അഗ്നിവീർ പദ്ധതി വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടായത് അത് ബീഹാറിലായിരുന്നു. അതിനുശേഷം തന്നെയാണ് പിന്നീട് ആ സഖ്യത്തിൽ ചെറിയ നേരിയ വിള്ളൽ വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ബീഹാറിൽ പല ഘട്ടങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായി. അത് ഇത്തവണ ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലടക്കം തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഘടകമായി തന്നെ അഗ്നിവീർ അടക്കമുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നാണ് JDU വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പദ്ധതിയെ പൂർണ്ണമായും എതിർക്കുന്നില്ല, പക്ഷെ ഒരു അവലോകനം നടത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പുനഃപരിശോധിച്ചുകൊണ്ട് ഏത് നിലയിൽ പുനഃപരിശോധിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചർച്ച വേണം. അതോടൊപ്പം ഏക സിവിൽ കോഡ്, അതിലും വിശദമായ ചർച്ച വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന തീരുമാനത്തോട് യോജിച്ച് മുന്നോട്ട് പോകുമെന്നും JDU വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ജാതി സെൻസസ്, നേരത്തെ നമുക്കറിയാം ജാതി സർവേ നേരത്തെ നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. അത് പൊതു മിനിമം പരിപാടി തന്നെ ജാതി സെൻസസിനെ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം അങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഒരു NDAക്ക് മുന്നിൽ ഉപാധികൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ JDU മുന്നോട്ട് പോകുന്നത്. ഇത് ഏതൊക്കെ നിലയിൽ ഇതിനെ BJP അംഗീകരിച്ചുകൊണ്ട് പോകുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അതിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും NDA MP-മാരുടെ യോഗം ചെയ്യുന്ന മുമ്പ് തന്നെയാണ് ഇത്തരം ചില നിർദ്ദേശങ്ങളും ഉപാധികളും JDU ഇപ്പോൾ BJP നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിനെ ഒരു പ്രത്യേക പദവി നൽകിക്കൊണ്ട് പരിഗണിക്കണം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഏത് നിലയിലാകും BJP ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടത്തുക എന്നതും ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നമുക്ക് അതിന് ഉത്തരം ലഭിക്കും. വിജയകുമാർ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒന്നും പരിചയമില്ലാത്ത ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദം, എന്താണ് കൊയിലേഷൻ ധർമ്മം, കൊയിലേഷൻ മന്ത്രം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നതിൽ പരിചയം കുറവാണ് ഈ നേതാക്കൾക്ക് എന്ന വിമർശനം ഉയരുന്നുണ്ട്. BJPക്ക് അകത്ത് തന്നെ അത്തരം വിമർശനങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ സമ്മർദ്ദവുമായി TDPയും അതുപോലെ JDUവും മറ്റു ചെറുകക്ഷികളും ഒക്കെ രംഗത്ത് വരുന്നത്. അത് എങ്ങനെയാണ് ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് ദേശം പാർട്ടി എങ്ങനെയാണ് BJPയെ മുൾമുനയിൽ നിർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ നടക്കുന്ന തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്ക്, റോഡ് ടു ഡൽഹിയിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് TDP എന്തൊക്കെ പ്രധാനപ്പെട്ട ഉപാധികൾ വെക്കുന്നു BJP നേതൃത്വത്തിന് മുന്നിൽ, മുന്നണി നേതൃത്വത്തിന് മുന്നിൽ എന്നുള്ളതാണ്. ഏതായാലും സഖ്യകക്ഷികൾ വലിയ സമ്മർദ്ദം ഇത്തരത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. TDP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികൾ എന്തെന്ന് പരിശോധിക്കാൻ നേരത്തെ നമ്മൾ JDU മുന്നോട്ട് വെച്ച ഉപാധികളുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളത്. സമാനമായ രീതിയിൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ TDP ഉറച്ചു നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ നിലയ്ക്ക് അവർ ആവശ്യം മുന്നോട്ട് വയ്ക്കും. നേരത്തെ 2016 BJP TDP സഖ്യത്തിൽ വിള്ളലുണ്ടാകുന്നത് സമാനമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയായിരുന്നു. ആ വിഷയത്തിൽ രണ്ടു പാർട്ടികൾക്കും വേർപിരിയേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും ഘടകകക്ഷിയായ TDPക്ക് പ്രാമുഖ്യം ലഭിക്കുന്നതിലൂടെ അവർ അത്തരമൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ TDP മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ലോക്സഭാ സ്പീക്കർ സ്ഥാനമാണ്. അത് TDP BJPയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് BJP ആ പദവി വിട്ടു നൽകിയേക്കില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത്. പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാം എന്ന് BJP വാഗ്ദാനം ചെയ്തു. അതിൽ ഉപാധി അംഗീകരിക്കാൻ തയ്യാറായി TDP എന്ന വിവരം കൂടി വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മന്ത്രിസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നുള്ള ആവശ്യം TDP മുന്നോട്ട് വയ്ക്കും. ധനകാര്യം അവർ ലക്ഷ്യമിടുന്ന വകുപ്പാണ്. ഗതാഗതം വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചേക്കും. കൃഷി, ഗ്രാമീണ വികസനം, IT, കമ്മ്യൂണിക്കേഷൻ, ഈ സുപ്രധാന വകുപ്പുകൾ TDP ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ധനകാര്യ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ BJP എത്തിയിട്ടുണ്ട്. ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് BJP തന്നെ അവരുടെ തന്നെ കൈകളിലായിരിക്കുമെന്ന് പറഞ്ഞു. ഈ ഘടകകക്ഷികളെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ മറ്റെന്തൊക്കെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് അറിയേണ്ടത്. ക്യാബിനറ്റ് പദവി അടക്കം 5 മന്ത്രിസ്ഥാനം വേണമെന്നതാണ് മറ്റൊരു ഉപാധി.
അത് അതിൽ എത്ര നൽകും എന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. TDP ആവശ്യപ്പെടുന്ന വകുപ്പുകൾ ഇപ്രകാരമാണ്: ധനകാര്യം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, കൃഷി, IT, വാർത്താവിനിമയ മന്ത്രാലയം, ജലവിഭവം, അതുപോലെ ഗതാഗതം അടക്കമുള്ള BJP കൈവശം വെച്ചിരിക്കുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട വകുപ്പുകളും ഇപ്പോൾ TDP ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ എത്ര നൽകും എന്നത് കാത്തിരുന്നു തന്നെ കാണണം. നമ്മളിനി അലക്സ് റാം മുഹമ്മദിലേക്ക് പോവുകയാണ്. ഈ TDPയുടെ ആവശ്യങ്ങൾ, അതിലുണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, TDP മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. പക്ഷേ BJP ഇതിനോടകം തന്നെ എത്ര MP മാർക്ക് എത്ര മന്ത്രിസ്ഥാനം എന്നുള്ള ആ നിലയ്ക്കുള്ള ഒരു ഉപാധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി മനസ്സിലാക്കി TDP എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിലപാട്, അലക്സ്? ഉന്മേഷ, ആകെ 25 പാർലമെന്റ് സീറ്റാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ആ 25 പാർലമെന്റ് സീറ്റിൽ 21 TDP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനാണ്. അതിൽ 17 സീറ്റുകളിലാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി മത്സരിച്ചത്. അതിൽ 16 സീറ്റും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ജനസേന പാർട്ടി 2 സീറ്റും 6 സീറ്റിൽ മത്സരിച്ച BJP 3 സീറ്റിലും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി കേന്ദ്രത്തിൽ TDPയുടെ പവർ, TDPയുടെ വിലപേശൽ ശേഷി അത് കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് തന്നെയാണ് TDP അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ കാലത്തും ആന്ധ്രയിലെ എല്ലാ സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് ആന്ധ്രാപ്രദേശിന് സ്പെഷ്യൽ കാറ്റഗറി പദവി, അതായത് പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം. അത് പ്രഥമ ആവശ്യമായി തന്നെ ചന്ദ്രബാബു നായിഡു കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക്, അതായത് BJPയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പീക്കർ പദവി അത് TDPക്ക് വേണം. നിർണായക പദവിയാണ് സ്പീക്കർ പദവി. കേന്ദ്ര സർക്കാർ, മൂന്നാം മോദി സർക്കാരിലെ സ്പീക്കർ ആരായിരിക്കണം എന്നുള്ളത് നിർണായക പദവിയാണ്. അത് തങ്ങൾക്ക് വേണമെന്ന് TDP ആവശ്യപ്പെടുന്നുണ്ട്. മറ്റു ചില കേന്ദ്രമന്ത്രി പദങ്ങളിൽ കൂടി കടുപ്പിക്കുകയാണ് തെലുങ്കുദേശം പാർട്ടി എന്നുള്ളതാണ്. 6 കേന്ദ്രമന്ത്രി പദവികളാണ് TDP BJPയോട് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായി ആന്ധ്രാപ്രദേശിലേക്ക് ഫണ്ടുകൾ കൊണ്ടുവരാൻ, പണം കൊണ്ടുവരാൻ കഴിയുന്ന മന്ത്രാലയങ്ങളുടെ ചുമതലകൾ അത് തങ്ങളുടെ പ്രതിനിധികൾക്ക് വേണം എന്നുള്ളതാണ് TDP ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആരോഗ്യം, ഗ്രാമവികസനം, ഗതാഗതം എന്നീ മന്ത്രി പദവികൾ TDP ചോദിച്ചു. നിർണായക മന്ത്രി പദവികൾ വിട്ടു നൽകണ്ട എന്ന് BJP തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വാണിജ്യ സഹമന്ത്രി പദം, ജലശക്തി എന്നീ വകുപ്പുകൾ അത് TDPക്ക് നൽകാൻ ധാരണയായിട്ടുമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷി, IT മന്ത്രാലയങ്ങൾ കൂടി TDP ചോദിക്കുന്നുണ്ട്. കൃഷിക്കായി HD കുമാരസ്വാമി കൂടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നുള്ളതാണ്. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് കൃഷി വകുപ്പ്. ഉത്തരേന്ത്യയിലടക്കം വളരെ ചലനമുണ്ടാക്കുന്ന വകുപ്പാണ്. അത് BJP വിട്ടുകൊടുക്കും എന്ന് വിചാരിക്കുകയും വയ്യ. എന്താണെങ്കിലും 2 മന്ത്രിപദം, അതായത് വാണിജ്യ സഹമന്ത്രി പദം, ഒപ്പം ജലശക്തി മന്ത്രി എന്നീ പദവികളിൽ ഏകദേശ ധാരണയായി എന്നാണ് മനസ്സിലാക്കുന്നത്. 4 MP മാർക്ക് ഒരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഫോർമുലയാണ് BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്, സഖ്യകക്ഷികൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിനോട് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താനായി പീയൂഷ് ഗോയലിനെ അവർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി സ്പീക്കർ ആരാകണമെന്ന് പോലും ഏകദേശ ധാരണ TDP വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജയകുമാർ ഉന്മേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പീക്കർ ആരാകണം എന്നുള്ളത് അവരോട് ചോദിച്ചാൽ ശ്രീകാകുളം MP റാം മോഹൻ നായിഡുവിനെ സജീവമായി സ്പീക്കറാക്കാൻ TDP പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേര് പോലും അവർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് BJP നൽകുന്നതെങ്കിൽ അവർ ഒരുപക്ഷെ അതിന് വഴങ്ങിയേക്കും. പക്ഷേ ഈ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി പദങ്ങൾ അത് തങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലേക്ക് ഫണ്ട് കൊണ്ടുതരാൻ ഉതകുന്ന തരത്തിലെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം തന്നെ വേണം എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതിൽ ഏകദേശവും പരിഗണിക്കാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ. വിജയകുമാർ. യെസ്, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് വിജയവാഡയിൽ നിന്ന്. എന്താണ് ഇക്കാര്യത്തിൽ, ഈ ഉപാധികളുടെ കാര്യത്തിൽ BJP നിലപാട് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് നൽകേണ്ട, അതാണ് BJPയുടെ മനസ്സിലിരിപ്പ്. നിർണായക വകുപ്പുകൾ JDUവിനും തെലുങ്ക് ദേശത്തിനും നൽകേണ്ടെന്ന് ഇതിനോടകം ഒരു അനൗപചാരിക തീരുമാനം നേതാക്കൾ കൈക്കൊണ്ടിട്ടുണ്ട്. എന്താണ് BJP നേതാക്കൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ റിപ്പോർട്ട് പരിശോധിക്കാം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിനു പുറമെ ധനകാര്യം ഉൾപ്പെടെ 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, 2 സഹമന്ത്രി സ്ഥാനം എന്നിവ വേണമെന്ന് തെലുഗുദേശം. ധനകാര്യം നൽകില്ല, വ്യോമയാനം, ഉരുക്കു മന്ത്രാലയങ്ങളും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകാമെന്ന് BJP. റെയിൽവേ, കൃഷി, ഗ്രാമവികസനം വകുപ്പുകൾ വേണമെന്ന് JDU. ഗ്രാമവികസനവും പഞ്ചായത്തി രാജും നൽകാമെന്ന് BJP. പ്രധാന വകുപ്പുകളായ പ്രതിരോധം, ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം, കൃഷി, റെയിൽവേ, ഉപരിതല ഗതാഗതം എന്നിവയും സ്പീക്കർ സ്ഥാനവും സഖ്യകക്ഷികൾക്ക് നൽകാനാവില്ലെന്നാണ് BJP നിലപാട്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവിയും JDU തെലുഗുദേശം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. കൃഷി വകുപ്പ് വേണമെന്നാണ് JDSന്റെ ആവശ്യം.
മുൻ കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമിക്ക് വേണ്ടിയാണ് ഈ ആവശ്യം. ഇതും BJP തള്ളി. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഖനവ്യവസായ മന്ത്രാലയം ലഭിച്ചേക്കും. മുൻ കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമിക്ക് വേണ്ടിയാണ് ഈ ആവശ്യം. എന്നാൽ കൃഷി മന്ത്രാലയം എന്ന ആവശ്യം BJP തള്ളി. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഖനവ്യവസായ മന്ത്രാലയം ലഭിച്ചേക്കും. സഖ്യകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയാൽ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട്. ചെറു പാർട്ടികളെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്താനാണ് നീക്കം. നാഷണൽ ഡെസ്ക് 24. ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത രാജ്യം വീണ്ടും സഖ്യകക്ഷി സമ്മർദ്ദമുള്ള സർക്കാർ രൂപീകരണത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം മുതൽ നരേന്ദ്രമോദിക്ക് അപരിചിതമാണ് BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത മന്ത്രിസഭയെ നയിക്കുക എന്നത്. എന്നാൽ സഖ്യകക്ഷി സമ്മർദ്ദങ്ങൾ അതിജീവിച്ചാണ് AB വാജ്പേയി പ്രധാനമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയത്. 1977 മുതലാണ് ഇന്ത്യ സഖ്യകക്ഷി ഭരണത്തിന് സാക്ഷിയായത്. 80-ൽ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ഏകകക്ഷി ഭരണത്തിലേക്ക് മാറി. പിന്നെയും പലവട്ടം കൂട്ടുകക്ഷി ഭരണം കണ്ട രാജ്യം 2014 മുതൽ മുന്നണി NDA-എങ്കിലും ഭരണം BJP എന്ന നിലയിലേക്ക് മാറി. 1996-ൽ 16 ദിവസം മാത്രവും 98-ൽ വീണ്ടും പ്രധാനമന്ത്രിയായപ്പോഴും AB വാജ്പേയിക്ക് നിരവധി പാർട്ടികളുടെ പിന്തുണയുണ്ടായിരുന്നു. രണ്ടാം തവണ 1 വർഷവും 7 മാസവുമായിരുന്നു വാജ്പേയി മന്ത്രിസഭ. 99-ൽ വാജ്പേയിക്ക് 3-ാം ഊഴം, 182 സീറ്റ് BJPക്ക്. സഖ്യകക്ഷി ഭരണം വാജ്പേയി സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോയി. മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളെ മുന്നണി രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ സർക്കസിലെ റിംഗ് മാസ്റ്ററുടെ റോളായിരുന്നു വാജ്പേയിയുടേത്. ബംഗാളിലെ ചില കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിൽ പ്രതിഷേധിച്ച് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജി ക്ഷുഭിതയായത് വലിയ വാർത്തയായിരുന്നു. മമത മുന്നണി വിട്ടേക്കുമെന്ന അഭ്യൂഹം പരന്നപ്പോൾ മമതയെ ഡൽഹിക്ക് വിളിപ്പിച്ചില്ല വാജ്പേയി. പകരം പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ പോയി മമതയെ കണ്ടത് ചരിത്രം. മോദി കാലത്ത് അകാലിദളും ശിവസേനയും NDA വിട്ടപ്പോൾ അണിനയിപ്പിക്കാൻ ആരുമുണ്ടായില്ല. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. കൂട്ടുകക്ഷി ധർമ്മവും കൂട്ടുകക്ഷി രാഷ്ട്രീയവും വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. നാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ വിമത സ്ഥാനാർത്ഥിയായ വിശാൽ പാട്ടീൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പിന്തുണ കത്ത് കൈമാറിയത്. സാംഗ്ലി സീറ്റ് ശിവസേനയ്ക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ ശ്രീനാഥ്, അങ്ങനെ ഇന്ത്യ സഖ്യത്തിലേക്ക് ഒരു MP കൂടി എത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. വിമതനായി മത്സരിച്ചതും കണ്ടതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വിശാൽ പാട്ടീലിന്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവ്, കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കും. കാരണം സാംഗ്ലി സീറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കങ്ങൾ ആ ഘട്ടത്തിൽ നടന്നിരുന്നു. കോൺഗ്രസ് കാലാകാലങ്ങളായി മത്സരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണയും BJP വിജയിച്ചു വന്ന സ്ഥലമാണ്. അവിടെ ഇത്തവണ മത്സരിക്കാൻ ശിവസേന തീരുമാനിക്കുകയും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ശിവസേന ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഗുസ്തി താരം കൂടിയായിരുന്ന ചന്ദ്രഹാർ പാട്ടീലിനെയാണ് ശിവസേന അവിടെ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നാലെ വിശാൽ പാട്ടീൽ എന്നാൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞൊരു വിമത നീക്കം നടത്തുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു കടുത്ത നടപടി എടുക്കാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോ മറ്റൊരു നടപടിയും എടുത്തതുമുണ്ടായിരുന്നില്ല. ശിവസേന പലവട്ടം അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കോൺഗ്രസ് ആ ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശാൽ പാട്ടീൽ അവിടെ വിജയിച്ചു വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ കാലുവാരി എന്നുള്ള ആരോപണം ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഏതായാലും കോൺഗ്രസിന് നിലവിൽ 99 MP-മാരാണ് ഉള്ളതെങ്കിൽ വിശാൽ പാട്ടീൽ കൂടി ഇപ്പോൾ കോൺഗ്രസുകാരനായി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ സീറ്റ് നില 100-ലേക്ക് ഉയരും. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ദില്ലിയിലെത്തി അദ്ദേഹം കണ്ടിരുന്നു. പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും അദ്ദേഹം പിന്തുണ കത്ത് കൈമാറുകയും ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ വിശാൽ പാട്ടീൽ തങ്ങളുടെ ആൾ തന്നെയാണ് എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. പ്രാദേശിക തലത്തിൽ പല പരിപാടികളിലും തെരഞ്ഞെടുപ്പിന് ശേഷം വിശാൽ പാട്ടീൽ കാര്യമായി തന്നെ കോൺഗ്രസിന്റെ ഒപ്പം തന്നെ ഇടപെടുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വിമതൻ എന്നുള്ള ഇമേജിൽ നിന്ന് മാറി അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു MP-യായി മാറുകയാണ്. വിജയകുമാർ. യെസ്, അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് കോൺഗ്രസിന്
കോൺഗ്രസിന്റെ സീറ്റ് നില 3 അക്കം കടക്കാൻ 100 എന്ന നിലയിലെത്താൻ സഹായകമാകുമ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് വലിയ അതൃപ്തി ഉണ്ടാകും. അത് എങ്ങനെയായിരിക്കും അത് പരിഹരിക്കുക എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം റോഡ് ടു ഡൽഹി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ ഡൽഹി മലയാളികളൊക്കെ ആകാം, അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. കേന്ദ്രമന്ത്രി സഭയിലേക്ക് സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾക്കായി ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തണമെന്ന് സുരേഷ് ഗോപിയോട് PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് രാത്രി തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് സൂചന. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. രാത്രി പ്രധാനമന്ത്രിയെ കാണുമെന്ന ഘട്ടത്തിൽ അറിയിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏത് സുപ്രധാന വകുപ്പ് ലഭിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നു. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലെത്തും. നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ വിജയം നേടിയതിനു ശേഷം സുരേഷ് ഗോപി ഡൽഹിയിലെത്തുന്നു. അല്പസമയത്തിനകം നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകുമോ? രാവിലെ സുരേഷ് ഗോപി പറഞ്ഞത് 6 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. പക്ഷേ വിമാനം എയർപോർട്ടിൽ എത്തുമ്പോൾ ഏതാണ്ട് 6:50 ആകും. അത് കഴിഞ്ഞാൽ ഉടൻ നേരെ പ്രധാനമന്ത്രിയെ കാണും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇന്ന് തന്നെ കൂടിക്കാഴ്ച ഉണ്ടാകും അല്ലേ? ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് സുരേഷ് ഗോപി അവിടെ BJP പ്രവർത്തകർ, മലയാളികളടക്കമുള്ളവരുണ്ട്. അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരോട് ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ പ്രധാനമന്ത്രി അദ്ദേഹം കാണും. കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും സുരേഷ് ഗോപി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കുമെന്നാണ് ചില ഡൽഹി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഏതായിരിക്കും ആ വകുപ്പ്? എന്നാൽ ചില കാര്യങ്ങൾ 2 നേതാക്കളോട്, എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, 2 പേരോടും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. അവർ പറയുന്നതായിരിക്കും താൻ അനുസരിക്കുക. ചില ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്ന് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായിരിക്കും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് പറയുക? അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചേക്കും വിമാനത്താവളത്തിന് പുറത്ത്. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ. നിതിൻ പറയൂ. നിതിൻ, വിജയകുമാർ MP സ്ഥാനം ആയതിനു ശേഷം ഇപ്പോൾ ഉന്മേഷ് ലോക്സഭയിൽ നിന്ന് വിജയിച്ച MP ആയി സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ മലയാളികളുടെ നേതൃത്വം വലിയ സ്വീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്ന സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആഘോഷത്തോടുകൂടിയാണ് ഡൽഹിയിലെ മലയാളികൾ സുരേഷ് ഗോപി ഇപ്പോൾ വരവേൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന് ആദ്യ അക്കൗണ്ട് തുറന്ന മിന്നും വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക ചർച്ചകളിൽ തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാൽ ഏത് പദവി ഏറ്റെടുക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയത് സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിക്കുകയാണ്. That has made its rounds very resoundingly for the past 2 days. Because that news is all out. I think even your channel has etched it. So it's more than a win. It's I've been placed properly to serve the people to the max through 5 years. I think the responsibility of this charge is so very huge. I'm going to look after Kerala through Trichy. സുരേഷ് ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് എത്തിക്കണം MP ആയതിനു ശേഷം എന്താണ് തോന്നുന്നത്? ഞാൻ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സഹതാരങ്ങളെ പലരെയും വിളിച്ച് പറഞ്ഞത് ഇതെൻ്റെ ജീവിതത്തിലെ 2ാമത്തെ ഡൽഹി ട്രിപ്പാണ്. ഞാൻ ആദ്യം ഡൽഹി കാണുന്നത് 87
ജനുവരി 19-നാണ്. ജനുവരി 19 രാത്രി ശ്രീ ജൂബിലി ജോയ്, ജയനൻ വിൻസെന്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജോയ് സാറിൻ്റെ മാനേജർ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു 11 മണി 12 മണിക്കാണ് ചെന്നൈയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡൽഹി ട്രിപ്പ്. അതൊരു വലിയ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു റോള് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ന്യൂഡൽഹി എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മലയാള സിനിമ, അന്നത്തെ പാൻ യൂണിവേഴ്സ് സിനിമയാണ് മമ്മൂക്കയുടെ ജീവിതം തിരിച്ചു പിടിച്ച സിനിമയാണ്. അങ്ങനെ ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ ഡൽഹിയിൽ കാലുകുത്തുന്നത്. ഇത് ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വൈവിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് വൈവിധ്യമാർന്ന അതിവൈവിധ്യമാർന്ന ഒരു പുതിയ റോൾ എടുത്തണിയാനുള്ള രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, രാഷ്ട്രീയത്തിൽ ഇതിനിടയ്ക്കുണ്ടായിട്ടുള്ള ഒരു 100-150 ഡൽഹി യാത്രകൾ എന്ന് പറയുന്നത് മുഴുവൻ ഒരു അനുഗ്രഹം പോലെ, എനിക്ക് കിട്ടിയ വരം പോലെ കിട്ടിയ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ജനങ്ങളുടെ നിശ്ചയത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ജീവിതത്തിലെ സിനിമ സംബന്ധിയായ വരവാദ്യത്തതാണെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ഡൽഹി ട്രിപ്പായിട്ട് ഞാൻ കരുതുമെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെനിക്ക് തരുന്ന ഒരു ഒരു എക്സ്റ്റസി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പുതിയൊരു ഡൽഹിയിലേക്ക് പുതിയ ഒരാളായിട്ട് വന്നു. അല്ല, ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദി ക്വസ്റ്റ്യൻ ഹാസ് ബീൻ റേസ്ഡ് മോർ ദൻ 100 ടൈംസ്. അത് ഇലക്ഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, പോളിംഗ് കഴിഞ്ഞ് ചോദിച്ചു. അന്നേരം എല്ലാം ഞാൻ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ നേതാക്കളെ നിഷേധിക്കാൻ, എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല. എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല. ഒരു വാദമുണ്ടാവും, ഒരാവശ്യപ്പെടലുണ്ടാവും, ആ സമയത്തൊരു വാദമുണ്ടാവും. അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല. എങ്കിലും ഞാൻ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. അത് അവർ അംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു 10 വകുപ്പുകളുടെയെങ്കിലും തലവന്മാരുടെ ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാൻ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. ഞാൻ പറയാൻ പാടില്ല. How should I take? You please educate me on that. There is no opposition there. It is only the people of Trichur, and the expectation of the people of Trichur is, and I have given them as a promise, that I will work for Kerala and Tamil Nadu. And since now we were so unlucky to not have representatives, BJP representatives or NDA representatives from Tamil Nadu, I think it is my ardent desire. നിയുക്ത തൃശൂർ MP സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെത്തി പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണും. അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ഏതാണ് വകുപ്പ്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ടോ, അതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങളുണ്ട്. അത് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും അറിയിക്കും, അവരുമായി സംസാരിക്കും, അവരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കും. ഇതാണ് സുരേഷ് ഗോപി ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത്. അത് ഡൽഹിയിലും ആവർത്തിക്കുകയാണ്. നരേന്ദ്രമോദി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുമ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിലെ രണ്ടാമൻ അമിത്ഷായുടെ റോൾ എന്താകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ശക്തമായ തീരുമാനങ്ങൾ സ്വീകരിച്ചതിൽ ഘടകകക്ഷികളുടെ എതിർപ്പ് അമിത്ഷായ്ക്ക് തിരിച്ചടിയാകുമോ എന്നും ചോദ്യമുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് പുറത്തായാൽ അമിത്ഷാ സംഘടനാ തലത്തിലെത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ആർട്ടിക്കിൾ 370 ഏക സിവിൽ കോഡ് തുടങ്ങി കഴിഞ്ഞ മോദി സർക്കാരിൽ നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ച രണ്ടാമൻ അമിത്ഷായുടെ ഭാവി റോളാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം അമിത്ഷായ്ക്ക് നഷ്ടപ്പെട്ടാൽ രാജ്നാഥ് സിംഗിന്റെ പേരാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമന്റെ റോൾ വഹിച്ച അമിത്ഷായെ മറ്റ് വകുപ്പുകൾ നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനിടയില്ല. സംഘടനാ തലത്തിൽ അമിത്ഷാ തിരിച്ചെത്തുമെന്ന അഭ്യൂഹം ശക്തമാണ്.
2014-ലും 2019-ലും മോദിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അമിത്ഷാ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തെത്താനാണ് സാധ്യത. BJP നേതൃത്വത്തിനിടയിലും ഈ ആവശ്യം ശക്തമാണ്. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയിരുന്ന BJP ഇക്കുറി കേവല ഭൂരിപക്ഷം നേടാതിരുന്നത് ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ JP നദ്ദ പരാജയമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തലാകും അമിത്ഷായുടെ ചുമതല. അതേസമയം മന്ത്രിസഭയിൽ ഘടകകക്ഷികളുടെ പങ്കാളിത്തം കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ അമിത്ഷാ NDA കൺവീനർ സ്ഥാനത്തെത്താനും സാധ്യതയുണ്ട്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു പിന്നാലെ BJPയിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണികൾക്കാണ് പാർട്ടി ഒരുങ്ങുന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. JP നദ്ദയുടെ വസതിയിലെ യോഗത്തിനു ശേഷം രാജ്നാഥ് സിംഗും അമിത്ഷായും മടങ്ങി. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ RSSന്റെ അഭിപ്രായവും തേടിയേക്കും. രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ ഈ അഴിച്ചുപണി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും BJPയിൽ ഉണ്ടാവുക? ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും പുതിയൊരാളെ തലപ്പത്തേക്ക് എത്തിക്കുക? എന്തൊക്കെ കൂടിയാലോചന നടക്കുന്നുണ്ട് ആർക്കെ? നോക്കൂ ഉന്മേഷ്, ഈ 10 വർഷത്തെ ഒരു സാഹചര്യമല്ല BJPയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. കടുംപിടുത്തം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കടുംപിടുത്തത്തിൽ നിലയുറപ്പിച്ചാൽ BJP അധ്യക്ഷ സ്ഥാനത്ത് ഈ ഭരണം സുഗമമായി നടന്നു പോകും എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ഘടകകക്ഷികളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ ഈ പാർട്ടി അധ്യക്ഷനുള്ള പങ്ക് വളരെ വലുതാണ്. ആ വിധത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്. അത് BJPക്ക് നന്നായിട്ട് അറിയാം. BJP പരിഗണിക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, ഇനി ഈ നാരീശക്തി എന്ന പ്രസ്താവനയടക്കം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിർമ്മലാ സീതാരാമൻ BJPയുടെ ആദ്യ വനിതാ അധ്യക്ഷയായിട്ട് എത്തുന്ന സാഹചര്യമാകും ഉണ്ടാവുക. അതിലപ്പുറം കൂടുതൽ കൗശലത്തോടു കൂടിയുള്ള രാഷ്ട്രീയ മെയ്വഴക്കമുള്ള ഒരു നേതാവിനെയാണ് വേണമെന്നുണ്ടെങ്കിൽ RSSന്റെ അഭിപ്രായം തേടുന്നതിലേക്കാകും BJP പോവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി നാഗ്പൂരിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം നാഗ്പൂരിൽ പോയി RSS നേതൃത്വത്തെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് ഒരുപക്ഷെ RSS നിർദ്ദേശിച്ചേക്കാം. അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയുടെ പേരിന് RSSന് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ RSSന്റെ കൂടി ഒരു അഭിപ്രായവും അക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാകുക. അതിലെല്ലാം ഉപരിയായിട്ട് ഒരു യുവ നേതൃത്വം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ഏതായാലും സംഘടനാപരമായിട്ട് വലിയ മാറ്റങ്ങൾ വരുന്ന മാസങ്ങളിൽ BJPയിലേക്ക് വരാൻ പോകുന്നുണ്ട്. പാർട്ടി അടിമുടി മാറുന്ന വിധത്തിലേക്കാകും കാര്യങ്ങൾ എത്തുക. ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയുന്ന അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇനി അമിത്ഷാ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും പാർട്ടിയിലേക്ക് കൂടുതൽ ചർച്ചകൾ വേണം എന്ന അഭിപ്രായം എത്തുകയാണ്. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക്, പാർലമെന്ററി ബോർഡിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ BJPയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇല്ലാതിരുന്ന RSSന്റെ ആ ഒരു ശക്തി അത് വീണ്ടും മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാനായിട്ട് പോവുക. അതിനുള്ള സൂചനകൾ ഇപ്പോഴും BJPയിൽ ലഭ്യമാണ്. ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചകളും അത് പ്രതിഫലിപ്പിക്കുന്നതാണ്. വിജയ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ആർക്കെ പറഞ്ഞതിൽ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടക്കാലത്ത് RSS കാര്യമായി BJPയിൽ ഇടപെട്ടിരുന്നില്ല. കാരണം മോദി, അമിത്ഷാ അവർ തീരുമാനമെടുക്കുകയും അത് പിന്നീട് നാഗ്പൂരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്ന രീതി ഇടക്കാലത്ത് BJPയിൽ ഉണ്ടായിരുന്നു. അതിന് മാറ്റമുണ്ടാകുന്നു. RSS ചില നിർദ്ദേശങ്ങൾ BJP നേതൃത്വത്തിന് നൽകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലും മന്ത്രിസഭാ രൂപീകരണത്തിലുമൊക്കെ നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ വഴങ്ങേണ്ടി വരും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കുമൊക്കെ. അങ്ങനെയാണെങ്കിൽ RSSന്റെ 100ാം വാർഷികം ആണ് വരാൻ പോകുന്ന. ആ സമയത്ത് BJPയുടെ അധ്യക്ഷൻ ആരായിരിക്കണം എന്നതിലും ഒരു തീരുമാനമെടുക്കുന്നതിൽ RSSന് നിർണായക സ്വാധീനം ഉണ്ടാകുമെന്നതിൽ തർക്കം വേണ്ട. അതേസമയം BJP അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന JP നദ്ദയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന വിവരമുണ്ട്. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഇപ്പോഴത്തെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. റെയിൽവേ JDUവിനും ഗ്രാമവികസനം TDPക്കും നൽകാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമന്റെ പ്രകടനം 2ാം മോദി സർക്കാരിൽ മികച്ചതായിരുന്നു. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന നിർമ്മലാ സീതാരാമനെ BJP അധ്യക്ഷയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. JP നദ്ദ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും. പ്രതിരോധ വകുപ്പ് അമിത്ഷായും ആഭ്യന്തരം രാജ്നാഥ് സിംഗുമാകും കൈകാര്യം ചെയ്യുക. 2ാം സർക്കാരിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, S ജയശങ്കർ മുതലായവരും 3ാം മന്ത്രിസഭയിൽ അംഗങ്ങളാകും. മുൻ നീതി ആയോഗ് തലവൻ അമിതാഭ് കാന്തിന്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. റോഡ് ഗതാഗതം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം,
പാർപ്പിട നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് ടെലികോം എന്നിവയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം. വ്യോമയാന വകുപ്പ് നൽകി കാര്യങ്ങൾ വരുതിയിൽ കൊണ്ടുവരാനാണ് BJP നീക്കം. നിതിൻ ഗഡ്കരി, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, ധർമ്മേന്ദ്ര പ്രധാൻ, ജിതേന്ദ്ര സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്ന് V മുരളീധരൻ തുടർന്നേക്കും. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പസ്വാന്റെ LJP എന്നിവരും കൂടുതൽ ഉപാധികൾ BJPക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം നേടും. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വിവരം, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഡൽഹിക്ക് എന്നതാണ്. നാളെ നടക്കുന്ന ദേശീയ നേതൃയോഗത്തിൽ K സുരേന്ദ്രൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ K സുരേന്ദ്രന്റെ യാത്ര സംസ്ഥാന ഘടകങ്ങളെ ഡൽഹിക്ക് വെളുപ്പിച്ചതിന്റെ ഭാഗമായുള്ള യാത്രയാണോ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റു പ്രാധാന്യമുണ്ടോ? മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് K സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നത് മറ്റെന്തെങ്കിലും സൂചനയാണോ? വിജയകുമാർ, ഇതിൽ K സുരേന്ദ്രന്റെ ഈ ഡൽഹി യാത്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അദ്ദേഹം യാത്ര തിരിച്ചു കഴിഞ്ഞു. 7:30 മണിയോടുകൂടിയുള്ള ഫ്ലൈറ്റിന് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJPയുടെ നിലവിലെ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയുണ്ടെന്നും അറിയുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നും ആരൊക്കെ മന്ത്രിമാർ എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ചർച്ചകളിൽ സുരേന്ദ്രന് ഒരു പ്രധാന സേ അതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നോളം ഇല്ലാത്ത വിധത്തിൽ പ്രധാനമന്ത്രി പോലും പ്രസംഗത്തിൽ കേരളത്തിലെ നേട്ടത്തെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. BJP വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാവുകയും ഒരു അക്കൗണ്ട് തുറക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന ഒരു വേളയിൽ ചിലപ്പോൾ K സുരേന്ദ്രനെ ആ രീതിയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, V മുരളീധരന്റെ രാജ്യസഭാ അംഗത്വ കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിൽ മറ്റാര് രാജ്യസഭയിലേക്ക് പോകും എന്നുള്ള കാര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ K സുരേന്ദ്രന്റെ ഈ ഡൽഹി യാത്രയ്ക്ക് പ്രാധാന്യം ഏറെയുണ്ട്. സാധാരണ സംസ്ഥാന അധ്യക്ഷനെ ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അവലോകനത്തിന് വേണ്ടി വിളിച്ചു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, രാജ്യസഭയിലേക്ക് ഇനി അടുത്ത ആൾക്കാരുടെ പ്രവേശനം 1 വർഷം നീണ്ടു മാത്രമേ, ഇടവേളയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അല്ലാതെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയാക്കുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക് അംഗത്വം നൽകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസ്ഥാനം നൽകി രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകണം. നിലവിൽ സുരേഷ് ഗോപിക്ക് മാത്രമാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. പക്ഷേ ഏതായാലും ഈ സുരേന്ദ്രന്റെ ഡൽഹി യാത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്നാണ് സൂചനകൾ. വിജയകുമാർ, ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. K സുരേന്ദ്രന്റെ ഡൽഹി യാത്ര BJP സംസ്ഥാന ഘടകങ്ങളുടെ തലവന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന്റെ ഭാഗമായുള്ള യാത്രയാണോ, അതോ അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സാധ്യത തള്ളിക്കളയാനായില്ല എന്നതാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ നൽകുന്ന റിപ്പോർട്ട്. അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നാളെ BJP സംസ്ഥാനം ഭരിക്കുന്ന, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗമുണ്ട്. ഒപ്പം സംസ്ഥാന നേതാക്കളുടെ യോഗമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങൾ, അതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. നേട്ടമുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ അത് നിലനിർത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ, അങ്ങനെ വിപുലമായ യോഗം നടക്കുന്നുണ്ട്. ഈ ഡൽഹിയിൽ നിന്നൊരു പുതിയ റിപ്പോർട്ട് വരുന്നത് ഇതുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന് അവിടുത്തെ മുതിർന്ന നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. 7 സീറ്റിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ടു. 7ഇടത്തും BJP ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അവിടെ ഈ സഖ്യം ഉപരിതലത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താഴെ തട്ടിൽ അത് പ്രവർത്തിച്ചില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഈ തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയത് എന്ന് വേണം കരുതാൻ. വളരെ നേരത്തെയുള്ള തീരുമാനമാണ്. അതിൽ എന്താണ് കൂടുതൽ ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഡൽഹിയിലെ രാഷ്ട്രീയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീജിത്ത് പണിക്കർ, റോഡ് ടു ഡൽഹി എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. താങ്കൾ കരുതുന്നുണ്ടോ വളരെ സുഗമമായ ഒരു ഭരണം നരേന്ദ്രമോദിയുടെ ഈ 3ാമത്തെ ടേമിൽ, NDAയുടെ 3ാമത്തെ ടേമിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന്? കാരണം ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുള്ളയാളല്ല നരേന്ദ്രമോദി. അത്തരമൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഈ മെയ്വഴക്കത്തോടെ മുന്നോട്ട് പോകുക എന്നത് ഈ കൊയിലേഷൻ അല്ലെങ്കിൽ ഈ സഖ്യകക്ഷി സംവിധാനത്തിൽ പ്രധാനമാണ്. അത് കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതായത് കഴിഞ്ഞ തവണ 2014 2019 ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നെങ്കിൽ കൂടി പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറവുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലും രാജ്യസഭയിലും മികച്ച ഭൂരിപക്ഷമുണ്ട്, അവർക്ക് തന്നെ ഉണ്ട് എങ്കിൽ ജനാധിപത്യത്തിൽ അത് ഭൂഷണമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ സഖ്യകക്ഷികളോട് പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാതെ അവരുടെ നയങ്ങൾക്ക്, അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടപ്പാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമമായാലും അഗ്നിവീർ എന്ന് പറയുന്ന സ്കീമായാലും അങ്ങനെ പല കാര്യങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ നടപ്പാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം തന്നെ, ഫാം ലോസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അതിശക്തമായിട്ട് എതിർക്കപ്പെട്ടു. നമ്മുടെ നാട്ടിലുള്ള പല സംസ്ഥാന നിയമസഭകളും ഇങ്ങനെ മുമ്പ് ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ പ്രമേയം പാസ്സാക്കുന്നു, ഇതിനെതിരെ എതിർക്കുന്നു, ആ രീതിയിൽ ഇതൊക്കെ വന്നു. അപ്പോൾ ഒരു ഔദ്യോഗിക പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് കൊണ്ടോ അവരുടെ അംഗസംഖ്യ വളരെ കുറവായതുകൊണ്ടോ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി കേക്ക് വാക്ക് ആയിരുന്നില്ല, പ്രത്യേകിച്ച് രണ്ടാമത്തെ ടൈം. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ പല നിയമങ്ങളും, പ്രത്യേകിച്ച് ഫാം ലോസ് ഒക്കെ തന്നെ തെരുവിലാണ് അത് പരാജയപ്പെടുത്തിയത്, സഭയ്ക്കുള്ളിലല്ല. അതേപോലെ തന്നെയാണ് CAA-യുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അഗ്നിവീർ പോലെയുള്ള സ്കീമുകൾ എതിർക്കപ്പെടുന്നു. പലപ്പോഴും മുത്തലാഖ് പോലെയുള്ള അല്ലെങ്കിൽ അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ആക്ട്, ഇതൊക്കെ തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ നിയമമൊക്കെ പാസ്സാക്കിയിട്ട് ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷവും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇത്തവണ ഒരുപക്ഷെ BJP-ക്ക് ഒരു അനുകൂല ഘടകമായി മാറാൻ സാധ്യതയുള്ളത് BJP-ക്ക് 240 സീറ്റ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നയം, അത് അവരുടെ ഐഡിയോളജിക്ക് ചേരുന്ന നയമാണെങ്കിലും, അതിപ്പോൾ ഉദാഹരണത്തിന് UCC പോലെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും അവർക്ക് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം മാത്രമേ ഇത് ഇരുസഭകളിലും പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ JDU ആണെങ്കിലും TDP ആണെങ്കിലും ഒക്കെ തന്നെ ഒപ്പം ഇരിക്കുന്ന കക്ഷികളാണെങ്കിലും ഒരു പ്രതിപക്ഷ സ്വഭാവമുള്ള ആൾക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഐഡിയോളജിയോട് പൂർണ്ണമായി ചേർന്ന് പോകുന്ന ആൾക്കാരല്ല. അപ്പൊ അവരോട് സംസാരിക്കുന്നത് വഴി ഒരുപക്ഷെ ഈ നയത്തിലുള്ള, നിയമത്തിലുള്ള കുറേയധികം പോരായ്മകൾ, മറ്റ് ഔദ്യോഗിക പ്രതിപക്ഷം ഒരുപക്ഷെ പറഞ്ഞേക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറയുകയും അങ്ങനെ റീഡ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ചുകൂടി എതിർപ്പ് കുറവുള്ള ഒരു നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാനും ഒരുപക്ഷെ അവർക്ക് സാധിച്ചേക്കും. അങ്ങനെ സാധിച്ചാൽ ഒരുപക്ഷെ ഈ നിയമം അവതരിപ്പിക്കുന്ന സമയത്ത് പാർലമെന്റിലെ ഇരുസഭകളിലും അതിന് നേരിടാൻ പോകുന്ന ഒരു എതിർപ്പ് എന്ന് പറയുന്നത് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ ഈ ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിലത്തേക്ക് നരേന്ദ്രമോദി സർക്കാരിന് 3ാം ടൈമിൽ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ ഗവേണൻസ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കില്ല, നേരെ മറിച്ച് കുറച്ചുകൂടി സ്വീകാര്യമായിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഈ പ്രചാരണ കാലത്തടക്കം BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ അവസാന സമയത്ത് ഏത് നിലയ്ക്കാണ് ചർച്ചകൾ ഉയർന്നു വന്നത് എന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അതിൻ്റെയൊക്കെ ആകത്തുകയാണല്ലോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ പോകലെന്ന് പറയുന്നത്. ഘടകകക്ഷികളുടെ സമ്മർദ്ദം എന്നതിനൊപ്പം തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ തിരിച്ചടി, ആ നിലയ്ക്ക് കൂടി അതിനെ മനസ്സിലാക്കിക്കൊണ്ടൊരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് അതുകൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, തീർച്ചയായിട്ടും. നോക്കൂ, അതിപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP സഖ്യം എന്നതിന് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം അവിടെ ഉണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഉണ്ട്. അവരിൽ നിന്ന് ആരെങ്കിലും അടർത്തി മാറ്റിയതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തന്നെ അവരുടെ ഒരു നേതാവ് അഭിഷേക് ബാനർജി തന്നെ ഇന്ന് പറയുന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. BJP-യിലുള്ള പല നേതാക്കന്മാരും തങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല MP-മാരും എന്നൊക്കെ. അതൊന്നും ആന്റി ഡിഫെക്ഷൻ ലോ ഉള്ള സമയത്ത് നടക്കുന്ന കാര്യമല്ല. 160 MP-മാരെങ്കിലും അവിടെ നിന്ന് പാളയം മാറണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ നിലവിലത്തെ സാഹചര്യത്തിൽ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഗവേണൻസ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇത് പ്രേരകമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ രണ്ട് കക്ഷികളെയും അവർക്ക് ഒഴിവാക്കിക്കൊണ്ട് നയങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ലോക്സഭയിലുള്ള ഭൂരിപക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ഇവരുടെ സഖ്യം ആവശ്യമാണ്. ഒപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ BJP-യും പിന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും കൂടിയാണ് ഭരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നടന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ TDP പ്ലസ് BJP ആണ്
അപ്പോൾ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വലിയ സമ്മർദ്ദ ശക്തിയായിട്ട് പെരുമാറാൻ സാധിക്കും. പിന്നെ രാജ്യസഭ പിന്നെ അംഗവർദ്ധനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതുതായിട്ട് രാജ്യസഭയിലേക്ക് ആളൊക്കെ വരുന്ന സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് അതീവ നിർണായകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഗവർണൻസ്, അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ സഖ്യകക്ഷികൾ ഇവരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി സ്വീകാര്യമായ രീതിയിലുള്ള ഗവർണൻസിനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല, സംഘടനാ തലത്തിൽ BJPക്ക് സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് UPയിൽ അവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അതിപ്പോൾ ഒരു 68-70 സീറ്റുകളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നതിന് കുറച്ചുകൂടി അവർക്ക് സൗകര്യമാകുമായിരുന്നു. അപ്പോൾ അതുണ്ടാകാത്തത് കൊണ്ട് ഒരുപക്ഷെ ഹരിയാനയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ബംഗാളിലോ രാജസ്ഥാനിലോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന തട്ടുകേടിനേക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ അവർ ആത്മപരിശോധന നടത്തുന്നത് ഉത്തർപ്രദേശിന്റെ കാര്യത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ ഒരുപക്ഷെ ഉത്തർപ്രദേശിലും BJPയുടെ ദേശീയ നേതൃത്വത്തിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് പാർട്ടിയെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. BJP ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല 292 സീറ്റ് സഖ്യത്തിനുണ്ട്, അതുകൊണ്ട് കംഫർട്ടബിൾ ആണ് എന്ന രീതിയിലത്തേക്ക് ഭരണവുമായി തുടർന്ന് പോകാൻ തീരുമാനിക്കുന്ന ഒരു കക്ഷിയാണ് എന്ന് തോന്നുന്നില്ല. അവർ ഇന്റേണലി സെറ്റ് ചെയ്തിരുന്ന അവരുടെ ടാർഗറ്റുകളാണ് ഈ 370 അല്ലെങ്കിൽ 400 എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് എത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം അത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കുറേയധികം തീരുമാനങ്ങൾ അവരെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മന്ത്രിസഭ രൂപീകരണം വരുന്ന സമയത്താണെങ്കിലും പാർട്ടിയുടെ അഴിച്ചുപണി നടക്കുന്ന സമയത്താണെങ്കിലും ഉത്തർപ്രദേശ് ഘടകത്തിലാണെങ്കിലും ഈ കാര്യം കൂടുതലായിട്ട് മറ്റേതൊരു സ്ഥലത്തേതിനേക്കാൾ കൂടുതലായിട്ട് പ്രതിഫലിക്കും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ കരുതുന്നത്. അത് എന്ന് വെച്ചാൽ ഈ കോർ ഐഡിയോളജി അത്തരം വിഷയങ്ങളിൽ പോലും അതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ പോലും കഴിയാതെ മാറ്റിവെക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക് എന്നതല്ല ഇപ്പോൾ അത്തരത്തിൽ തർക്ക വിഷയങ്ങൾ. ഇപ്പോൾ അഗ്നിവീർ പദ്ധതിയുടെ കാര്യത്തിൽ JDU വെച്ചിരിക്കുന്നത് അതിൽ പുനഃപരിശോധന വേണം, അത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് KC ത്യാഗി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതുപോലെ ജാതി സെൻസസ് അത് നടപ്പാക്കും രാജ്യവ്യാപകമായി, അതും പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ്, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ JDU 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രധാനമന്ത്രി അംഗീകരിച്ചു എന്ന മട്ടിലാണ് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ കോർ ഐഡിയോളജി അത്തരം വിഷയങ്ങളിൽ നിന്ന് അത് തൊടാൻ പോലും, എന്ന് വെച്ചാൽ അതിനെപ്പറ്റി മിണ്ടാൻ പോലും പറ്റില്ല എന്ന അവസ്ഥ എത്തില്ലേ BJPക്കും നരേന്ദ്രമോദിക്കും അല്ല ഈ സർക്കാരിനും? അല്ലാതെ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി അങ്ങനെ എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ഇല്ലാതിരുന്ന സമയത്താണ് 3 ഫാം ലോസ് അവർക്ക് റിപ്പീൽ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നതിന് ശേഷവും രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്ന ഭൂരിപക്ഷം കൊണ്ട് പാസ്സാക്കിയെടുത്തിരിക്കുന്ന ഒരു നിയമത്തിനെ അത് പിന്നീട് കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നതിന് BJP പ്രേരകമായി അല്ലെങ്കിൽ നിർബന്ധിതമായി എന്ന് പറയുന്നത് ഏതെങ്കിലും സഖ്യകക്ഷികളുടെ നിർബന്ധം കൊണ്ടായിരുന്നില്ല. അപ്പോൾ സഖ്യകക്ഷികളുടെ നിർബന്ധം എന്നതിനപ്പുറത്തേക്ക് വളരെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തിരുത്തൽ, ഒരുപക്ഷെ കർഷക നിയമത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേയധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ തിരുത്തലിലേക്ക് പോയത്. അത്രത്തോളം ഒരു എന്താ പറയുന്നത്, അത്രത്തോളം ഡിലേ പലപ്പോഴും പുതിയ നയങ്ങൾ രൂപീകരണത്തിൽ ഉണ്ടാകില്ല. പിന്നെ തന്നെയുമല്ല, നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള നിയമങ്ങൾ, അതിപ്പോ അഗ്നിവീർ ആണെങ്കിലും ഓൾറെഡി പാസ്സാക്കിയിരിക്കുന്ന പല നിയമങ്ങളാണെങ്കിലും അതിൽ BJPക്ക് ഒരുപക്ഷെ സഖ്യകക്ഷികൾ പറയുന്നത് കൂടുതൽ പരിഗണിക്കുക, അതിനെ കൂടി എടുത്തതിന് ശേഷം ഈ നിയമങ്ങളെയൊക്കെ റിവ്യൂ ചെയ്യുക എന്നത് മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പുതുതായിട്ട് 3ാം മോദി സർക്കാരിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് നയരൂപീകരണം, നിയമങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകാത്ത രീതിയിലത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് ഒരു ഇടയുണ്ടാക്കാത്ത രീതിയിലത്തേക്ക് അവരുടെ കോർ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങളാണെങ്കിലും അതിന്റെ ക്ലോസസ് ആണെങ്കിലും ഒക്കെ തന്നെ റൂൾസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ഒരുപക്ഷെ അവർക്ക് സഹായകമാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വരും എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ. നിലപാട് അറിയിച്ചതിന്, ഈ വിഷയത്തിൽ ചോദ്യങ്ങളിൽ പ്രതികരിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. ഏതായാലും ഏത് തരത്തിൽ 3ാം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ വരും? സഖ്യ കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുള്ള തീരുമാനങ്ങളാണോ, അതോ അവരുടെ അതേ തനത് വഴിയിലുള്ള തീരുമാനങ്ങൾ ഏതായാലും ഏറെക്കുറെ ഉണ്ടാകില്ല? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജാതി സെൻസസിനെ ബീഹാറിൽ BJP ശക്തിയുക്തം എതിർത്തതാണ്. ആ എതിർത്ത അന്ന് അത് നടപ്പാക്കിയ JDUവിനെ വിമർശിച്ചതാണ് അതിന്റെ പേരിൽ. അപ്പോൾ വീണ്ടും അത് രാജ്യവ്യാപകമായി നടപ്പാക്കണമെന്ന് JDU ആവശ്യപ്പെടുന്നുണ്ട്. അത് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് KC ത്യാഗി, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊക്കെ എങ്ങനെ BJP അണികളോടൊക്കെ വിശദീകരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരിക്കും അത്തരം കാര്യങ്ങളിലെ BJPയുടെ ഔദ്യോഗിക വിശദീകരണം എന്നറിയാൻ വലിയ കൗതുകമുണ്ട്. കാത്തിരിക്കാം. ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അക്കാര്യങ്ങളിലൊക്കെ ഒരു മറുപടി നൽകും BJP നേതൃത്വമെന്ന് നമുക്ക് കരുതാം.
ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം NDAയിൽ സംഭവിക്കുന്നതെന്ത്? BJPയുമായി കൂട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നടക്കം പരിശോധിക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. റോഡ് ടു ഡൽഹി ഇനി പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രധാനമായും BJPയെയും ശിവസേനയെയും അതുപോലെ തന്നെ NCP അജിത് പവാർ വിഭാഗത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും NCP അജിത് പവാർ വിഭാഗം തൽക്കാലം NDA വിട്ടേക്കില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം എടുക്കേണ്ട എന്നാണ് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. പ്രതിഷേധം മുന്നണി യോഗത്തിൽ ആദ്യം ഉന്നയിക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം കടുത്തു. തന്റെ ഭാര്യയെ മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് മത്സരത്തിനിറക്കിയത്. എന്നിട്ട് അവിടെ പോലും കാലുവാരി BJPയും ഷിൻഡെയും ചേർന്ന് തോൽപ്പിച്ചെന്നാണ് അജിത്തിന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ NDA യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്ന അജിത്ത് ഇന്ന് നേതൃയോഗം വിളിച്ചു. മുന്നണി വിടാൻ പ്രേരണയുണ്ടെങ്കിലും തൽക്കാലം അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ എന്നായിരുന്നു പൊതുവികാരം. മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കും. राष्ट्रवादी कांग्रेस पार्टी की कोर ग्रुप की बैठक राष्ट्रीय अध्यक्ष अजित दादा के नेतृत्व में वहाँ पे हो गई. लोकसभा के चुनाव के बारे में हमने वहाँ पे चर्चा की. हमारे सब साथियों ने उसके बारे में जिस कॉन्स्टिट्यूंसी में वो काम कर रहे थे उसके अनुभव वहाँ पे कथन किए. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലപേശലില്ലാതെ അധിക സീറ്റ്, മന്ത്രിസഭാ വികസനം നടത്തി കൂടുതൽ മന്ത്രിസ്ഥാനം എന്നിവ മുന്നണിയിൽ നേടിയെടുക്കാനാണ് തീരുമാനം. വഴങ്ങാതെ വന്നാൽ മാത്രം മറ്റു വഴി തേടും. ഒപ്പമുള്ള MLA-മാരിൽ ചിലർ ശരത് പവാർ ക്യാമ്പുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണവും അജിത് വിഭാഗം തള്ളുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമെന്ന ബോധ്യം അജിത് പവാറിനുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ട് കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കരുത്തും അജിത്തിനിപ്പോൾ ഇല്ല. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അജിത് പവാറിനെ സംബന്ധിച്ച് അത് നിർണായകവുമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചുപോക്കിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്നായിരുന്നു ഒടുവിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ അത്തരം സാധ്യതകൾ അടയ്ക്കുക, BJPക്കൊപ്പം നിൽക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഈ കഴിഞ്ഞ റിപ്പോർട്ടിൽ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ അജിത് പവാർ വലിയൊരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു അതൃപ്തി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. നിലവിൽ മുന്നണിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാർഗെയിനിങ് പവർ അത് വല്ലാതെ ചോർന്നു പോകുന്ന റിസൾട്ടാണ് ഇപ്പോൾ വന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സീറ്റ് വിഭജന ചർച്ചകളിൽ അദ്ദേഹത്തെ 4 സീറ്റുകളിലേക്ക് ഒതുക്കുന്ന സമയത്ത് BJP പറഞ്ഞുകൊണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 മാസത്തിനപ്പുറത്തേക്ക് വരാൻ പോകുന്നു, ആ സമയം കാര്യമായ പരിഗണന നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് NCP മത്സരിച്ചതും ശിവസേന ഷിൻഡെ വിഭാഗം ലക്ഷ്യം വെച്ചിരുന്ന സീറ്റുകളൊക്കെ BJP പിടിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഈ വിധം വന്നതുകൊണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് പവർ അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ പോലും ഒരു മടങ്ങി പോകുക എന്ന് പറയുമ്പോൾ പിന്നീട് തിരികെ ശരത് പവാർ ക്യാമ്പിലേക്ക് പോയാൽ അവിടെ എന്തായിരിക്കും കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഏതായാലും ഈ ഘട്ടത്തിലില്ല. മാത്രമല്ല താൻ ആ തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ BJP തന്നോടൊപ്പമുള്ള MLA-മാരെ റാഞ്ചാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ പല വശങ്ങൾ പരിശോധിച്ച ശേഷമാണ് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ തിടുക്കം പിടിച്ചൊരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്ന് അവർ തീരുമാനിച്ചത്. മാത്രമല്ല മുന്നണി യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ എതിർപ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യാം. ആ ഘട്ടത്തിൽ ഇപ്പോഴുള്ള എതിർപ്പ് തണുപ്പിക്കാനായി മുന്നണി എന്തൊക്കെ വിട്ടുവീഴ്ച, പ്രത്യേകിച്ച് BJP നേതൃത്വം ഏതൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഇനി മുന്നോട്ട് ചെയ്യും എന്ന കാര്യം കൂടി അറിയാമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അജിത് പവാർ വരുന്നത്. അജിത്ത് ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത് മന്ത്രിസഭാ വികസനമാണ്. അതിൽ കാര്യമായ വകുപ്പുകൾ, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ അജിത്തെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അജിത്ത് വന്നതോടെയാണ് ഷിൻഡെയും ഈ മുന്നണിക്കുള്ളിൽ വലിയ എതിർപ്പിലേക്കൊക്കെ പോയത്. അതിന് കാരണം ഷിൻഡെയുടെ പ്രധാനപ്പെട്ട പല വകുപ്പുകളും അജിത്തിന് നൽകേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് ഈ സഖ്യത്തിനുള്ളിൽ പരസ്പരമുള്ള കാലുവാരലൊക്കെ പല ഘട്ടങ്ങളിലും നടന്നു പോരുന്നതും. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇനിയും തനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ ഈ നേരത്തെ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന പല കേസുകളും BJP ഇപ്പോൾ അതിനെ നിർത്തിവെച്ച ഒരു സാഹചര്യത്തിലാണ്. ഒരുപക്ഷെ വീണ്ടും കേസുകളൊക്കെ പൊങ്ങി വരാനുള്ള സാധ്യതയും അജിത്തിന് മുകളിൽ ഉണ്ടാകും. അത്തരം സമ്മർദ്ദങ്ങളെ കൂടി അദ്ദേഹം അതിജീവിക്കേണ്ടി വരും. വിജയകുമാർ.
യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അജിത് പവാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കഴിയില്ല. കാരണം MLA-മാർ അദ്ദേഹത്തിനൊപ്പം പൂർണ്ണമായും നിൽക്കുമെന്ന് കരുതാനാവില്ല. തന്നെയുമല്ല, അദ്ദേഹത്തിനെതിരായ കേസുകളിൽ ചിലതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ചിലത് പൊടിതട്ടിയെടുക്കാനുള്ള സാധ്യതയും അദ്ദേഹം കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ BJPക്ക് വിധേയമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള പോംവഴി എന്ന് വേണം വിലയിരുത്താൻ. നമ്മളിനി പോകുന്നത്, നേരത്തെ നമ്മൾ TDP ഒപ്പം JDU ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തെന്ന് പരിശോധിച്ചിരുന്നു. NDAയിലെ മറ്റ് ഘടകകക്ഷികൾ എന്തൊക്കെ ആവശ്യങ്ങൾ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഘടകകക്ഷികളടക്കം അതെ, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് ശിവസേനയുണ്ട്. 7 MPമാരാണ് ശിവസേനയ്ക്കുള്ളത്. അത് ഏത് നിലയ്ക്ക് ആവശ്യം ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അവർ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ക്യാബിനറ്റ് പദവി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ 2 സഹമന്ത്രി സ്ഥാനം എന്നുള്ള ആവശ്യം കൂടി ശിവസേന മുന്നോട്ട് വയ്ക്കുന്നു BJP നേതൃത്വത്തിന് മുൻപാകെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷിൻഡേക്ക് ഒരു വിലപേശൽ ശക്തിയുണ്ട്. അത് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. NCP അജിത് പവാർ വിഭാഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു MP മാത്രമാണുള്ളത്. ഒരാൾ മാത്രമാണ് ജയിച്ചത്. അതാണ് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയും ആയത്. ബാക്കിയുള്ളവരൊക്കെ തോറ്റു. ബാരാമതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചു. അത് ഘടകകക്ഷികൾ തന്നെ കാലുവാരി തോൽപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് പരാതിയുണ്ട്. അപ്പോൾ ഒരു MP മാത്രമുണ്ട്. ഒരു സഹമന്ത്രി സ്ഥാനം സ്വാഭാവികമായും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് BJP നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. നൽകുമോ എന്ന് കണ്ടറിയണം. ഇനി നമ്മൾ JDSലേക്ക് എത്തുകയാണെങ്കിൽ അവർ കൃഷി വകുപ്പ് ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതേ കൃഷി വകുപ്പിന് തന്നെ വേറെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പാർട്ടികളൊക്കെ ആവശ്യം ഉന്നയിക്കുന്നതായും റിപ്പോർട്ടുകൾ JDU ഉണ്ടായിരുന്നു. സമാനമായ ആവശ്യം TDP മുന്നോട്ട് വെക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൃഷി വകുപ്പ് BJP ആർക്കും വിട്ടു നൽകില്ല എന്ന് വേണം കരുതാൻ. LJP രാംവിലാസ് പാസ്വാന്റെ പഴയ പാർട്ടി ചിരാഗ് പാസ്വാനാണ് ആ പാർട്ടി നയിക്കുന്നത്. ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് ചിരാഗ് ആവശ്യപ്പെടുന്നത്. അതിൽ ചിരാഗ് ക്യാബിനറ്റിലേക്ക് എത്തും. റെയിൽവേ വകുപ്പ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 സീറ്റുകളിൽ അദ്ദേഹം ജയിച്ചു. ഒരു വിലപേശൽ ശക്തിയാണ് അവിടെ. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ല. പിന്നെ ചിരാഗിന് നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായി ഒരു അടുപ്പം കൂടിയുണ്ട്. അതുകൊണ്ട് ചിരാഗിന് ഒരു ക്യാബിനറ്റിൽ ഒരു നല്ല ബർത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന് ഹിന്ദുസ്ഥാനി അവാം മോർച്ചയാണ്. ഒരു ക്യാബിനറ്റ് പദവി എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ആവശ്യങ്ങളിലൊക്കെ എന്ത് തീരുമാനം BJP നേതൃത്വം എടുക്കും എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലാണ് വ്യക്തമാവുക. ഏതായാലും ആവശ്യങ്ങൾ ഈ നിലയ്ക്ക് ഇപ്പോൾ ഉയരുന്നുണ്ട്. ജിതിൻ റാം മാഞ്ചി, ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ നേതാവ്, അദ്ദേഹം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ BJPയോടൊപ്പം നിന്നതാണ്. BJPയെ JDU പണ്ട് അവിടെ വിട്ടുപോയ സമയത്തും അതിനെ പിളർത്തിയൊക്കെ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് പരിഗണിക്കുക ഈ ആവശ്യങ്ങളൊക്കെ എന്നറിയണം. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾ അത് ഈ പറയുന്ന JDUവും TDPയും മാറ്റി നിർത്തിയാൽ ഷിൻഡെ, അജിത് പവാർ, ചിരാഗ് പാസ്വാൻ, അതുപോലെ ബീഹാറിൽ നിന്നുള്ള ചെറുകക്ഷികൾ, കർണാടകയിൽ JDS, ഇതൊക്കെ BJPയെ സഹായിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും. വോട്ട് ബാങ്ക് ആണ്. അപ്പോൾ അവരെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. എങ്ങനെയായിരിക്കും ഇത്തരം ആവശ്യങ്ങളോട് BJP നേതൃത്വം പ്രതികരിക്കുക? ഉന്മേഷ് വിജയകുമാർ, നിലവിലെ സാഹചര്യം എന്നുള്ളത് ഈ കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി BJPക്ക് മുന്നിലുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരാൾ തന്നെ ഈ പിന്തുണ പിൻവലിച്ച് പോയാൽ അത് ഈ ഒരു നിർണായക ഘട്ടത്തിൽ തിരിച്ചടി ആകും എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങൾ കൃത്യമായ ഘടകകക്ഷികൾ മുതലെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ശിവസേന ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി പദവികളുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. കാരണം 7 സീറ്റുകളിൽ ശിവസേന വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നിർണായക ഘടകം കൂടിയാണ്. അതുകൊണ്ട് ശിവസേന ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. NCPയുടെ അജിത് പവാർ പക്ഷം ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. JDS ആകട്ടെ അവരുടെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കൃഷി വകുപ്പ് നൽകണം എന്നൊരു താല്പര്യമാണ് JDS മുൻപോട്ട് വെച്ചിരിക്കുന്നത്. LJPയിലേക്ക് വരുമ്പോൾ 5 സീറ്റുകളിൽ വിജയിച്ച ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാബിനറ്റും അതുപോലെ തന്നെ ഒരു സഹമന്ത്രി സ്ഥാനവുമാണ് അവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി
അവാമോർച്ച ഒരു ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെട്ടതായുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് ഈ സമ്മർദ്ദം കൃത്യമായി ബി ജെ പിക്ക് മേൽ ചെലുത്തുന്നുണ്ട്. കാരണം ഈ ഒരു അവസരത്തിൽ ഇത്തരം സാധ്യതകൾ, ക്യാബിനറ്റ് പദവികൾ പോലുള്ള സാധ്യതകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് പൊതുവെ ഘടകകക്ഷികളിൽ ഒരു ധാരണയുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടും എന്നുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇത്തരം വിലപേശലുകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നത്. എന്തായാലും അന്തിമ തീരുമാനം ഇനിയും ആയിട്ടില്ല. അതിനൊരു ചിത്രം, പൂർണ്ണ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. തുടർന്ന് മറ്റ് യോഗങ്ങൾ, അതായത് LJP-യുടെ അടക്കമുള്ള പാർലമെന്ററി യോഗങ്ങളും ചേരുന്നുണ്ട്. അതിനെല്ലാം ശേഷമായിരിക്കും ഇതിന്റെ ഒരു അവസാന ചിത്രം പുറത്തു വരിക. ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും, ആ ആവശ്യങ്ങളിൽ ആരൊക്കെ കടുംപിടുത്തം പിടിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നത് ആ ഒരു അവസാന ഘട്ടത്തിലായിരിക്കും. ഉന്മേഷ് വിജയകുമാർ. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ചെറുകക്ഷികളുടെ സമ്മർദ്ദം, കക്ഷികളെന്ന് പറയാൻ കഴിയില്ല. ഷിൻഡെ ഒരു പ്രബല കക്ഷിയായി മാറിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ വിലപേശൽ ശക്തി കൂടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെയൊക്കെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല. അവരുടെ ആവശ്യങ്ങളോട് എങ്ങനെ BJP നേതൃത്വം പ്രതികരിക്കും എന്നത് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരമെടുത്ത പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു എന്നതാണ്. അമിത്ഷാ, JP നദ്ദ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിലോട്ട് എത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, അതിലൊക്കെ ഉള്ള അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ചർച്ചയാകാനാണ് സാധ്യത. ആ ചർച്ച പുരോഗമിക്കുന്നുവെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ 2019 അതായത് ഇക്കഴിഞ്ഞ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്റെ പ്രസംഗത്തിലൂടെ ഭരണനിരയെ ഞെട്ടിച്ച മഹുവ മൊയ്ത്ര ഇക്കുറിയും സഭയിലെത്തും. തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ ബംഗാളിൽ നിന്ന് മഹുവയ്ക്കൊപ്പമുള്ളത് 10 വനിതാ MP-മാരാണ്. പ്രതിപക്ഷ നിരയിലെ മമതാ ബാനർജി അയക്കുന്ന പെൺപട ഭരണകക്ഷിക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതാകില്ല. പോരാട്ടവീര്യം കൈക്കരുത്താക്കി സഭയിലെത്തുന്ന സജിദ അഹമ്മദ്, കൊൽക്കത്ത നഗരസഭാ അധ്യക്ഷയായിരുന്ന മാല റോയ്, സയോണി ഘോഷ്, കക്കാലി ഘോഷ് ദസ്തിദാർ, മഹുവ മൊയ്ത്ര, ഡോക്ടർമാർ, സാംസ്കാരിക നായകർ, ചലച്ചിത്ര താരങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ പുതിയ ലോക്സഭയിലെത്തുന്ന 11 വനിതാ MP-മാർ അക്ഷരാർത്ഥത്തിൽ ദീദിയുടെ പെൺപട തന്നെയാണ്. ആരും ഇനിയും മറക്കാത്ത മഹുവയുടെ 2019 കന്നിപ്രസംഗം, ഫാസിസത്തിന്റെ 7 ലക്ഷണങ്ങളെന്ന് അക്കമിട്ട് നിരത്തിയ പ്രസംഗം എതിർക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാനുള്ള സമരകാഹളമായിരുന്നു. അന്നു മുതൽ ഇങ്ങോട്ട് മഹുവ മോഡി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായി. അയോഗ്യയാക്കി പുറത്താക്കിയ അതേ സഭയിലേക്ക് മഹുവ വീണ്ടും എത്തുമ്പോൾ 11 വനിതാ തൃണമൂൽ MP-മാരിൽ കക്കാലി ഘോഷ് ദസ്തിദാറും ഷർമിള സർക്കാരും ഡോക്ടർമാരാണ്. ചലച്ചിത്ര താരം സയോണി ഘോഷ് രാഷ്ട്രീയത്തിലേക്കെത്തുന്നത് താരത്തിളക്കത്തിലായിരുന്നെങ്കിലും പിന്നീട് അതിവേഗം വളർന്ന തൃണമൂൽ യുവജന വിഭാഗം അധ്യക്ഷ പദവിയിലെത്തി. ആ കരുത്തിന്റെ തുടർച്ചയിൽ സയോണിയും ലോക്സഭയിലേക്കെത്തുന്നു. മിതാലി ബാഗ്, പ്രതിമ മൊണ്ടാൾ എന്നീ കരുത്തുറ്റ വനിതാ നേതാക്കളും ഇക്കുറി ബംഗാളിൽ നിന്നും സഭയിലെത്തും. വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലും മിന്നിത്തിളങ്ങുന്ന താരങ്ങളായ ജൂൺ മാലിയയും രച്ച ബാനർജിയും ശതാബ്ദി റോയിയും പ്രതിപക്ഷ നിരയിൽ തിളങ്ങുന്നത് നിലപാടുകളിലൂടെയാകുമെന്ന് ഉറപ്പ്. ആകെ 73 വനിതാ MP-മാർ പുതിയ ലോക്സഭയിലെത്തുമ്പോൾ അതിൽ 30 പേർ ഭരണപക്ഷത്തെ BJP-യിൽ നിന്ന്, 13 പേരെ കോൺഗ്രസും 11 പേരെ തൃണമൂലും സഭയിലെത്തിക്കുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് ഇക്കുറി സഭയിലെത്തുന്ന വനിതകളുടെ എണ്ണം 0. മത്സരിച്ച KK ശൈലജയും രമ്യ ഹരിദാസും പരാജയപ്പെട്ടു. BJP ടിക്കറ്റിൽ നല്ല മത്സരം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനും വിജയിച്ചില്ല. ഇലക്ഷൻ ഡെസ്ക് 24. റോഡ് ടു ഡൽഹിയിലേക്ക് തിരികെ. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണ്. 3ാം ടേമാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക്. കേരളത്തിൽ നിന്ന് താമര ചിഹ്നത്തിൽ വിജയിക്കുന്നയാൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് എന്ന് പ്രചാരണ സമയത്ത് തന്നെ നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. നമ്മൾ സാധ്യതകൾ പരിശോധിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് BJP-ക്ക് ഇത്തവണ MP ഉണ്ട്. അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ ആ പേര് ഉയർന്നു വന്നതാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്നതുമായി ബന്ധപ്പെട്ട്. അത് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും സുരേഷ് ഗോപി ഇതിനോടകം ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൂടിയാലോചനയ്ക്ക് വേണ്ടി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഈ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്താൻ അത്ര കണ്ട് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? വ്യക്തിപരമായി ഒരു മന്ത്രിയാവാൻ താല്പര്യമില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ അതിനപ്പുറത്താണ് തന്റെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ എന്താണ് പ്രധാനമന്ത്രിയും
അമിത്ഷായും ഒക്കെ പറഞ്ഞാൽ അത് നിഷേധിക്കില്ല എന്നുകൂടി അദ്ദേഹം ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട്. അത് അറിയാം. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വരാനിരിക്കുന്നുണ്ട്. മറ്റൊരു സാധ്യത, ആറ്റിങ്ങലിൽ കടുത്ത പോരാട്ടം നടത്തി അതിൽ പരാജയപ്പെട്ടെങ്കിലും വി മുരളീധരൻ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്, അദ്ദേഹം തുടരുമോ എന്നതാണ്. അദ്ദേഹം ഒരുപക്ഷെ തുടർന്നേക്കുമെന്ന സൂചനയുണ്ട്. വകുപ്പിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും അദ്ദേഹം മന്ത്രിസഭയിൽ തുടരുമെന്ന സൂചന, പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിൽ അന്തിമമായ അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീർപ്പുണ്ടായിട്ടില്ല. ഒരു സാധ്യത ഇപ്പോഴും വി മുരളീധരന്റെ കാര്യത്തിലുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഇനിയൊന്നുള്ളത്, കേരളത്തിൽ മികച്ച പ്രകടനം നടത്തിയ BJP സ്ഥാനാർത്ഥികൾക്ക് മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും പ്രത്യേക പരിഗണനകൾ നൽകും. ഇത്തരത്തിലും അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് ഈ മന്ത്രിസഭയ്ക്ക് ശേഷം, അല്ലെ, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചന്ദ്രശേഖർ ആ മട്ടിൽ പരിഗണിക്കപ്പെടാനിടയുള്ള ആളാണ്. അത് എന്താണ് ആ സാധ്യതകൾ എന്നത് ഒരു പക്ഷേ വൈകാതെ അറിയാം. ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി അച്യുതൻ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇപ്പോൾ സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള യാത്രയിലായിരിക്കാം. അദ്ദേഹത്തിനോട് കേന്ദ്രമന്ത്രി പദവി ഏറ്റെടുക്കണമെന്ന് എന്തായാലും BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടും. അദ്ദേഹം അത് നിരാകരിക്കാൻ സാധ്യതയില്ല, എന്തെങ്കിലുമൊക്കെ ചില ഉപാധികൾ വെച്ചാലും. മറ്റെന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ? അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ വി മുരളീധരൻ, ഈ പേരുകളൊക്കെ കേൾക്കുന്നു. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നിന്നുള്ള പരിഗണന ആർക്കൊക്കെ ആവാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത? ഉന്മേഷ് വിജയകുമാർ, ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കി കാണുമ്പോൾ തമിഴ്നാട്ടിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കേരളത്തിലാകട്ടെ അവർക്കൊരു സീറ്റ് ലഭിച്ചു. ആ സീറ്റ് അത് കൃത്യമായ ഒരു വിജയമായി കൂടി കാണുന്നുണ്ട്. അതായത് കേരളത്തിൽ പൊതുവെ ഇല്ലാതെ ഒരു സ്വീകാര്യത അത് തൃശ്ശൂർക്ക് ലഭിച്ചു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി വന്നതും കടുത്ത മത്സരം കാഴ്ചവെച്ചതുമായുള്ള വിലയിരുത്തലുണ്ട്. ആറ്റിങ്ങലിലും വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ അതിൽ ആ ഒരു പോരാട്ടം അവിടെയും കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ പല മണ്ഡലത്തിലും ഈ വോട്ട് വിഹിതങ്ങൾ പരിശോധിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ഈ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്കകത്തും പ്രത്യേക പരിഗണനകൾ നൽകിയേക്കും എന്നുള്ള സൂചനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവി ഒരുപക്ഷെ ലഭിച്ചേക്കും എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. വി മുരളീധരൻ അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണ്. ഇന്നലെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്ന വേളയിലും അദ്ദേഹം അറിയിച്ചത് ഡൽഹി തുടരുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും മറ്റൊരു അല്ലെങ്കിൽ ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. ഈ പുതിയ മന്ത്രിസഭയിൽ ഒരുപക്ഷെ മറ്റൊരു വകുപ്പിന്റെ അല്ലെങ്കിൽ മറ്റു വകുപ്പിന്റെ സഹമന്ത്രി അദ്ദേഹം വന്നേക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് കൃത്യമായ പരിഗണന നൽകാൻ കൂടി പാർട്ടി ഒരുങ്ങുകയാണ്. കാരണം കേരളം അവരെ സംബന്ധിച്ച് ദക്ഷിണ ഇന്ത്യ അവിടേക്ക് ഒരു അവരുടെ എന്തായാലും അത് നമുക്ക് കാത്തിരിക്കാം. ആരൊക്കെ പരിഗണനാ പട്ടികയിലുണ്ട്, ആർക്കൊക്കെ നറുക്ക് വീഴുമെന്നതൊപ്പം BJP സംസ്ഥാന ഘടകത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. കെ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം. അതിൻ്റെ വിവരങ്ങൾ കൂടി നാളെയൊക്കെയായി വരാനിരിക്കുന്നുണ്ട്. അതേസമയം മൂന്നാം മോദി സർക്കാരിൽ ശക്തമായ പ്രതിപക്ഷ നിര തീർക്കാൻ ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നുണ്ട്. TDPയും JDUവും കൂറുമാറുകയാണെങ്കിൽ ആ സാഹചര്യം മുതലെടുത്ത് മോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. അത് മാത്രമല്ല, മുന്നണിയിൽ നിന്ന് MP-മാർ പോകാതിരിക്കാനുള്ള ജാഗ്രത തുടരണം എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇന്ത്യ സഖ്യം എത്തുകയാണ്. മോദിക്കെതിരായ ജനവിധി എന്ന് വിലയിരുത്തിയ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം നിലവിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവിയിലെ സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ മുന്നണി നേതാക്കൾ തള്ളുന്നുമില്ല. TDPയുടെയും JDUവിന്റെയും കൂറുമാറ്റം ഇത്തവണയും ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. അതുപോലൊരു സാഹചര്യമുണ്ടായാൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനും പുതിയ സർക്കാർ രൂപീകരണവും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട്. TDPയായും JDUവുമായും ബന്ധം പുലർത്താൻ ചില ദൂതരെ ഏർപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ലോക്സഭയിൽ ശക്തമായി ഭരണപക്ഷത്തെ എതിർക്കാനുള്ള അംഗസംഖ്യ പ്രതിപക്ഷത്തിനുണ്ട്. ഇതാണ് മുന്നണിയുടെ ആത്മവിശ്വാസവും. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാവിയിൽ അനുകൂലമാകുമെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടി കൃത്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം. 24 ഡൽഹി.
BJPയുടേത് കപട രാമഭക്തിയെന്ന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ MP അവധേഷ് പ്രസാദ്. സിറ്റിംഗ് MP BJPയിലെ ലല്ലു സിംഗിനെ അട്ടിമറിച്ചാണ് സമാജ്വാദി പാർട്ടിയിലെ അവധേഷ് പ്രസാദിന്റെ വിജയം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, രാജ്യാന്തര വിമാനത്താവളം, ഹോട്ടലുകളും തീർത്ഥാടകരുമായി വൻ നഗരമാകുന്ന അയോധ്യ. എല്ലാം അനുകൂലമെന്നാണ് BJPയും MP-ആയിരുന്ന ലല്ലു സിംഗും കരുതിയിരുന്നത്. മറുവശത്ത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിക്ക് പ്രതികൂല ഘടകങ്ങൾ നിരവധിയായിരുന്നു. ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് BSP സ്ഥാനാർത്ഥി, മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിക്കാനിടയാക്കി CPI സ്ഥാനാർത്ഥി എന്നിവരുണ്ടായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ സമാജ്വാദി പാർട്ടിയിലെ അവധേഷ് പ്രസാദ് 54,567 വോട്ടിന് വിജയിച്ചു. BSPയിലെ സച്ചിദാനന്ദ പാണ്ഡെ 46,407 വോട്ടും CPIയിലെ അരവിന്ദ് സെൻ 15,367 വോട്ടും നേടിയെങ്കിലും അവധേഷിന്റെ ജയം തടയാനായില്ല. ഫൈസാബാദിലെ മിക്കിപ്പൂരിൽ നിന്നും സൊഹാവലിൽ നിന്നും 9 തവണ MLA ആയിട്ടുണ്ട് അവധേഷ് പ്രസാദ്. അയോധ്യയിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് BJP മുക്തമായിട്ടില്ല. BJP അയോധ്യയുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മര്യാദ പുരുഷോത്തമനായ രാമനെ അവർ കൈവിട്ടെന്നും അവധേഷ് പ്രസാദ്. BJP ने, भारतीय जनता पार्टी ने अयोध्या के नाम पर राजनीति किया है. मर्यादा पुरुषोत्तम राम की मर्यादा को तोड़ने का काम किया. मर्यादा वो तुलसीदास ने लिखा है, दैविक दैविक भौतिक तापा, राम राज काहू न व्यापा. राम के राज में किसी को शारीरिक परिश्रम और किसी प्रकार की तकलीफ होगी नहीं. 90കളുടെ തുടക്കം വരെ CPIക്ക് സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമാണ് ഫൈസാബാദ്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന കാലത്ത് ഫൈസാബാദിലെ MP CPI നേതാവായ മിത്ര സെൻ യാദവ് ആയിരുന്നു. പിന്നീട് മണ്ഡൽ മന്ദിർ രാഷ്ട്രീയത്തോടെ CPIയുടെ സ്വാധീനം കുറഞ്ഞു. CPI ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മിത്ര സെൻ യാദവ് BSP SP എന്നിങ്ങനെ പാർട്ടികൾ മാറി മാറി കയറി. ഇടയ്ക്ക് സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും ഫൈസാബാദിൽ ജയിച്ചു. പിന്നീട് മണ്ഡലം കുത്തകയാക്കിയിരുന്ന BJPയിൽ നിന്നാണ് ഇത്തവണ അവധേഷ് പ്രസാദ് മണ്ഡലം കൈയടക്കിയത്. ഫൈസാബാദ് എന്ന ജനറൽ സീറ്റിൽ ദളിത് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയ അഖിലേഷ് യാദവിന്റെ നീക്കം വിജയിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ റോഡ് ടു ഡൽഹി എന്ന ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം 24 സ്പീഡ് ന്യൂസുമായി ഗോകുൽ രവി ചേരും. നമസ്കാരം.